നമസ്കാരം. രാമായണം കഥ ബാലകാണ്ഡം ഭാഗം 2 സ്വാഗതം. വിശ്വാമിത്രന് മഹാദേവനിൽ നിന്നും തപസ് ചെയ്ത് വരമായി നേടിയ ഒരുപാട് അസ്ത്രവിദ്യകൾ അറിയാമായിരുന്നു. ധർമ്മചക്ര, കാലചക്ര, വിഷ്ണുചക്ര, ഇന്ദ്രാസ്ത്രം, വജ്രാസ്ത്രം, സുരം, ബ്രഹ്മശിരുഅസ്ത്രം, തികാസ്ത്രം, ബ്രഹ്മാസ്ത്രം, ധർമ്മപാസം, കാലപാസം, വരുണപാസം, ആഗ്നേയാസ്ത്രം, വായു അസ്ത്രം, ഗന്ധർവാസ്ത്രം, സൗരാസ്ത്രം, മദനാസ്ത്രം, മോഹനാസ്ത്രം, നന്ദ എന്നു പേരുള്ള വാൾ, അങ്ങനെ ഒരുപാട് വിദ്യകൾ. വിശ്വാമിത്രൻ ഈ അറിവുകൾ രാമന് പകർന്നു നൽകാൻ സന്നദ്ധനായി. രാമൻ സ്നാനം കഴിഞ്ഞ് കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായിരുന്നു. മന്ത്രങ്ങൾ ഓരോന്നായി വിശ്വാമിത്രൻ രാമന് ഉപദേശിച്ചു കൊടുത്തു. അസ്ത്രങ്ങൾ ഉണർത്താനും പ്രയോഗിക്കാനും ആവശ്യമെങ്കിൽ പിൻവലിക്കാനുമുള്ള മന്ത്രങ്ങളായിരുന്നു അവ. അസ്ത്രങ്ങളുടെ എല്ലാം ദേവതകൾ രാമനു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വണങ്ങി. അവർ കൈ കൂപ്പിക്കൊണ്ട് രാമനോടായി പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ അടിമകളാണ്. നിർദ്ദേശങ്ങൾ തന്നാലും. രാമൻ അവരോടായി പറഞ്ഞു, എന്റെ ബുദ്ധിയിൽ എപ്പോഴും തുടരൂ. ആവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സഹായം തേടാം. ദേവതകൾ അപ്രത്യക്ഷരായി. വിശ്വാമിത്രൻ രാമൻ പഠിപ്പിച്ച വിദ്യകളെല്ലാം തന്നെ ലക്ഷ്മണന് പകർന്നു നൽകാൻ രാമനോടായി പറഞ്ഞു. വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം രാമലക്ഷ്മണന്മാർ രാക്ഷസന്മാരെ വധിച്ച കാര്യങ്ങൾ മുൻഭാഗങ്ങളിൽ പറഞ്ഞു. അതെങ്ങനെയാണെന്ന് നോക്കാം. യാത്ര തുടർന്ന മൂവരും സിദ്ധാശ്രമത്തിലെത്തി. അവിടെ വെച്ച് യാഗം നടത്താൻ തീരുമാനിച്ച വിശ്വാമിത്രൻ സിദ്ധാശ്രമത്തിന്റെ മഹത്വം രാമലക്ഷ്മണന്മാരോട് വിശദീകരിച്ചു. ഭഗവാൻ നാരായണൻ കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായ വാമനനായി അവതരിച്ചു. അതിഥിയുടെ മറ്റു പുത്രന്മാരായ ദേവന്മാർ അസുരന്മാർ നിമിത്തം അനുഭവിക്കുന്ന കഷ്ടതകൾ അതിഥിയെ വളരെ വിഷമിപ്പിച്ചിരുന്നു. അതിഥിയുടെ തപസ്സിന്റെ ഫലമായാണ് മഹാവിഷ്ണു ദേവന്മാരെ സഹായിക്കാൻ അതിഥിയുടെ മകനായി ജനിച്ചത്. അസുര ചക്രവർത്തിയായ ബലി 3 ലോകങ്ങളും കീഴടക്കി ഭരിച്ചിരുന്ന സമയമായിരുന്നു അത്. ദാനധർമ്മങ്ങളിൽ ബലിയുടെ കീർത്തി 3 ലോകങ്ങളിലും വ്യാപിച്ചിരുന്ന സമയമായിരുന്നു അത്. ദേവന്മാരെക്കാൾ കൂടുതൽ ഒരു അസുരൻ പ്രശസ്തി ആർജിക്കുന്നത് ദേവന്മാർക്കും സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അങ്ങനെ ദേവേന്ദ്രന്റെ ആഗ്രഹപ്രകാരം വാമനനായി അവതരിച്ച വിഷ്ണു ബലിയെ കാണാൻ പുറപ്പെട്ടു. ബലിയോടായി ബ്രാഹ്മണനായ വാമനൻ 3 അടി മണ്ണ് ദാനമായി ആവശ്യപ്പെട്ടു. വാമനൻ ആവശ്യപ്പെട്ട 3 അടി മണ്ണ് വാമനനോടായി തന്നെ അളന്നെടുത്തു കൊള്ളാൻ ബലി അനുവദിച്ചു. വാമനൻ പെട്ടെന്ന് വളർന്ന് ആകാശം മുട്ടെ വലുതായി. ഒരു കാലടി കൊണ്ട് മുഴുവൻ ഭൂമിയും അളന്നു. രണ്ടാമത്തെ കാലടിയിൽ മുഴുവൻ സ്വർഗലോകവും അളന്നെടുത്തു. മൂന്നാമതായി എവിടെ കാൽ വയ്ക്കുമെന്ന് ചോദിച്ച വാമനനോടായി ബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനനാകട്ടെ ബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു. ആ സ്ഥലമാണ് സിദ്ധാശ്രമം. അവിടെയാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിനാൽ ഇവിടം നിരവധി ഋഷിവര്യന്മാർ തപസ് അനുഷ്ഠിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ താനും ഇവിടെ യാഗമനുഷ്ഠിക്കാനായി പോവുകയാണെന്ന് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോടായി പറഞ്ഞു. അവിടെ സന്നിഹിതരായിരുന്ന ഋഷിവര്യന്മാർ വിശ്വാമിത്രനെയും അയോധ്യയിലെ രാജകുമാരന്മാരെയും സ്വീകരിച്ചു. വിശ്വാമിത്രൻ ദീക്ഷ സ്വീകരിച്ച് ദർഭാസനത്തിലിരുന്നു. മറ്റു സന്യാസിമാർ രാമനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാമ, വിശ്വാമിത്ര മഹർഷി ദീക്ഷ സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം 6 പകലും 6 രാത്രിയും യാഗത്തിൽ മുഴുകിയിരിക്കും. ആരോടും സംസാരിക്കില്ല. 6 ദിവസവും യാഗം തുടർച്ചയായി നടക്കേണ്ടതായിട്ടുണ്ട്. താങ്കൾ ഈ യാഗശാലയുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതാണ്. രാമനും ലക്ഷ്മണനും യാഗശാലയ്ക്ക് ചുറ്റും റോന്തു ചുറ്റാൻ തുടങ്ങി. ആദ്യത്തെ 5 ദിവസവും അശുഭകരമായ കാര്യങ്ങളൊന്നും നടന്നില്ല. 6-ാം ദിവസം രാക്ഷസന്മാർ തങ്ങളുടെ പണി തുടങ്ങി. ആകാശം കറുത്തിരുണ്ടു. രാക്ഷസന്മാരുടെ അലർച്ചകളും അട്ടഹാസങ്ങളും കൊണ്ട് അന്തരീക്ഷം പ്രക്ഷുബ്ധമായി. അവരുടെ കൈകളിൽ മാംസവും രക്തവും നിറഞ്ഞ കലശങ്ങൾ ഉണ്ടായിരുന്നു. രാമൻ ഉടൻ തന്നെ മാനവാസ്ത്രം മാരീചന് നേരെ തൊടുത്തു. അതവനെ ദൂരെ കടലിലെറിഞ്ഞു. ആഗ്നേയാസ്ത്രം തൊടുത്ത് രാമൻ സുബാഹുവിനെ നിഗ്രഹിച്ചു. മറ്റുള്ള അസുരന്മാരെ ലക്ഷ്മണനും വധിച്ചു. അങ്ങനെ യാഗം കുഴപ്പങ്ങളൊന്നും കൂടാതെ സമ്പൂർണമായി. സന്യാസി വര്യന്മാർ സന്തോഷത്തോടെ രാമലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ചു. വിശ്വാമിത്രൻ രാജകുമാരന്മാരെയും കൊണ്ട് മിഥിലാപുരിയിലേക്ക് പുറപ്പെട്ടു. മിഥിലാപുരിയിലേക്കുള്ള യാത്രക്കിടയിൽ സൂര്യാസ്തമനത്തോടെ അവർ ശ്രോണ നദിക്കരയിലെത്തി. ശ്രോണ നദിക്കരയിൽ നിറയെ പൂക്കളും ഫലങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു. ഈ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ച രാമനോടായി വിശ്വാമിത്രൻ ആ മനോഹരമായ വനത്തിനു പിന്നിലുള്ള കഥ അവരോട് പറയാൻ തുടങ്ങി. പണ്ടിവിടെ ഒരു മഹാനായ സന്യാസി വര്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് കുശ. ധർമ്മത്തിൽ അടിയുറച്ച് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം വിദർഭ രാജാവിന്റെ പുത്രിയെ വിവാഹം ചെയ്യുകയുണ്ടായി. അവർക്ക് യോഗ്യന്മാരായ 4 പുത്രന്മാരുണ്ടായി. കുശംബ, കുശാനഭ, അതുർധ രാജസ, വസു എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. ഒരിക്കൽ കുശ തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോടായി 4 നഗരങ്ങൾ സ്വന്തമായി പടുത്തുയർത്തി അവിടെ ധർമ്മരാജ്യം സ്ഥാപിക്കാനായി പറഞ്ഞുവിട്ടു. പിതാവിന്റെ ആജ്ഞ ശിരസാവഹിച്ച പുത്രന്മാർ നഗരനിർമ്മാണത്തിനായി പുറപ്പെട്ടു. കുശംഭ കൗസംബി നഗരവും കുശാനഭ മഹോദയപുരവും അധുർധരാജസ ധർമ്മരാജ്യവും വസു ഗിരിവ്രജപുരവും പടുത്തുയർത്തി.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മഗധയിലാണ്. ഈ നഗരത്തിലെ ജലസ്രോതസ്സാണ് ശ്രോണ നദി. ഈ നദി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഈ പ്രദേശം വസുവിന്റെ കീഴിലായിരുന്നു. സഹോദരങ്ങളിൽ രണ്ടാമനായ കുശാനഭ ഒരു അപ്സരസിനെ വിവാഹം കഴിക്കുകയും അവർക്ക് 100 പുത്രിമാരുണ്ടാവുകയും ചെയ്തു. കുശാനഭയുടെ പുത്രിമാരെല്ലാം തന്നെ നൃത്തത്തിലും പാട്ടിലും മറ്റ് കലാരംഗങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുള്ളവരായിരുന്നു. അവർ ഉദ്യാനത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സ്വതന്ത്രരായി വിരാജിച്ചിരുന്നു. അതീവ സുന്ദരികളായ അവരുടെ സൗന്ദര്യം കണ്ട് മയങ്ങിയ വായുദേവൻ അവരെ എല്ലാവരെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പകരമായി അവർക്ക് മരണമില്ലാത്ത ജീവിതവും വാഗ്ദാനം ചെയ്തു. എന്നാൽ രാജകുമാരിമാർ വായുദേവനോടായി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദേവ, അങ്ങ് എല്ലായിടത്തുമുണ്ട്. മനുഷ്യ ശരീരത്തിലും അങ്ങുണ്ട്. അങ്ങില്ലാതെ ജീവനുമില്ല. എന്തിനാണ് ഞങ്ങളെ വിഡ്ഢികളാക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ പിതാവിനെയാണ് ആരാധിക്കുന്നത്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഏക ദൈവം. അദ്ദേഹം ആരെയാണോ തീരുമാനിക്കുന്നത് അയാളെ മാത്രമേ ഞങ്ങൾ വിവാഹം ചെയ്യുകയുള്ളൂ. ദയവായി അങ്ങ് ഇവിടെ നിന്നും പോയാലും. തന്റെ ആഗ്രഹം നിരസിച്ച കുമാരിമാരോട് വായുദേവൻ അതിയായ ദേഷ്യം തോന്നി. കോപം കൊണ്ട് ജ്വലിച്ച വായുദേവൻ കുമാരിമാർക്കെല്ലാം കൂനുണ്ടാകട്ടെ എന്ന് ശപിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ തിരികെ കൊട്ടാരത്തിലെത്തിയ രാജകുമാരിമാർ പിതാവായ കുശാനഭയോട് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. പുത്രിമാർ തന്റെ അനുവാദത്തോടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശ്വസിപ്പിക്കുന്നതിനു പകരം തന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചതിന് അഭിനന്ദിക്കുകയാണ് ചെയ്തത്. കുറച്ചു നാളുകൾക്ക് ശേഷം കുശാനഭ തന്റെ പുത്രിമാർക്ക് വിവാഹം ആലോചിക്കാൻ തുടങ്ങി. പുത്രിമാരെ സോമത എന്ന ഗന്ധർവ സ്ത്രീയുടെ പുത്രനായ ബ്രഹ്മദത്തനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണമെന്നതായിരുന്നു കുശാനഭയുടെ ആഗ്രഹം. സോമത എന്ന ഗന്ധർവ സ്ത്രീ ഒരു ഋഷിയെ ഒരുപാട് വർഷങ്ങൾ സേവിച്ചിരുന്നു. വരമായി അവർ ഋഷിയിൽ നിന്നൊരു പുത്രനെയാണ് ആവശ്യപ്പെട്ടത്. ആ പുത്രനായിരുന്നു ബ്രഹ്മദത്തൻ. പണ്ഡിതനായിരുന്ന ബ്രഹ്മദത്തൻ ദേവന്മാരിൽ നിന്നും നിരവധി ശക്തികൾ സ്വായത്തമാക്കിയിരുന്നു. കമ്പില്യ എന്നൊരു സാമ്രാജ്യവും അദ്ദേഹം ഭരിച്ചിരുന്നു. വിവാഹശേഷം ബ്രഹ്മദത്തൻ കുമാരിമാരെ ഓരോരുത്തരെയായി സ്പർശിച്ചപ്പോൾ അവരുടെ കൂൻ അപ്രത്യക്ഷമായി. കുശാനഭൻ പുത്രിമാരെ സന്തോഷത്തോടെ ബ്രഹ്മദത്തന്റെ കൂടെ കമ്പില്യയിലേക്ക് യാത്രയാക്കി. പുത്രിമാരെല്ലാം ഭർതൃഗൃഹത്തിലേക്ക് പോയപ്പോൾ കൊട്ടാരം ശൂന്യമായതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു പുത്രനായി പുത്രകാമേഷ്ടി യാഗം നടത്താൻ കുശാനഭ തീരുമാനിച്ചു. യാഗത്തിനിടെ കുശാനഭയുടെ പിതാവായ കുശ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും കുടുംബത്തിന് അന്തസ്സും ആഭിജാത്യവും കൊണ്ടുവരുന്ന ഒരു പുത്രൻ കുശാനഭയ്ക്ക് ജനിക്കാൻ അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം കുശാനഭയ്ക്ക് ഒരു പുത്രൻ ഉണ്ടായി. ഗതി എന്നായിരുന്നു പുത്രന്റെ പേര്. അല്ലയോ രാമ, ഈ ഗതിയാണ് എന്റെ പിതാവ്. ഗതിയുടെ പുത്രനാണ് വിശ്വാമിത്രനായ ഞാൻ. കുശവംശത്തിൽ പിറന്നവനായതിനാൽ ഞാൻ കൗശിക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, സത്യവതി. എന്റെ സഹോദരിയായ സത്യവതിയെ രുചഗുണ എന്ന വ്യക്തി വിവാഹം ചെയ്തു. അവർ തന്റെ പതിയോടൊപ്പം ഉടലോടെ സ്വർഗലോകം പോകുകയുണ്ടായി. അവരുടെ പാതിവൃത്യം അവരെ പുണ്യനദിയായ കൗശികി മഹാനദിയാക്കി മാറ്റി. അവർ ഹിമാലയ സാനുക്കളിലൂടെ ഒഴുകുകയാണ്. എന്റെ സഹോദരി എനിക്ക് വളരെ പ്രിയപ്പെട്ടവളാണ്. അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഞാനും ഹിമാലയത്തിൽ ജീവിക്കുകയായിരുന്നു. അവരുടെ പുത്രനാണ് ജാമാദഗ്നി, സാക്ഷാൽ പരശുരാമന്റെ പിതാവ്. രാമ, നീ ഈ ഭൂപ്രദേശത്തിന്റെ പുണ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ നിന്നോടായി എൻ്റെ വംശപരമ്പരകളെ പറ്റി എല്ലാം പറഞ്ഞു. എൻ്റെ മുത്തച്ഛൻ, അച്ഛൻ, സഹോദരി, അവരുടെ പുത്രൻ, എല്ലാവരെ പറ്റിയും. ഞങ്ങളെല്ലാം ഈ പ്രദേശത്തു നിന്നും വന്നവരാണ്. അതാണ് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത. ഇനി നമുക്ക് അല്പനേരം വിശ്രമിക്കാം.